മഹാരാഷ്ട്രയിലെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ഭരണപക്ഷമായ മഹായുതി സഖ്യം വൻ വിജയം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബി.ജെ.പി, ഷിൻഡെ വിഭാഗം ശിവസേന, അജിത് പവാർ പക്ഷ എൻ.സി.പി എന്നിവർ ചേർന്ന സഖ്യം ഗ്രാമീണ മേഖലകളിൽ വലിയ ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത അസ്രുദ്ദീൻ ഒവൈസിയുടെ എ.എം.ഐ.എം നേടിയ അപ്രതീക്ഷിത മുന്നേറ്റമാണ്. 83 പഞ്ചായത്ത് സീറ്റുകൾക്ക് പുറമെ ഒരു പ്രധാന മേയർ സ്ഥാനവും ഒവൈസിയുടെ പാർട്ടി കരസ്ഥമാക്കി. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പോലും ഒവൈസി വിള്ളലുണ്ടാക്കി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പുറത്തുവന്ന ഈ കണക്കുകൾ മതേതര ചേരിക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം നേടിയ വിജയം കേവലം ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടതുകൊണ്ട് കൂടിയാണ്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ തന്ത്രം തന്നെയാണ് സംഘപരിവാർ മഹാരാഷ്ട്രയിലും പുറത്തെടുത്തിരിക്കുന്നത്. ബി.ജെ.പിയുടെ ബി ടീം എന്ന് വിശേഷിപ്പിക്കുന്ന ഒവൈസിയുടെ പാർട്ടി മതേതര വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കി ബി.ജെ.പിക്ക് അധികാരം പിടിക്കാൻ പരവതാനി വിരിക്കുകയാണ് ചെയ്തത്. സഖ്യത്തിനായി ഒവൈസി സന്നദ്ധത അറിയിച്ചിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് തിരിച്ചടിയായോ എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത്. ഈ വോട്ട് വിഭജനം ആത്യന്തികമായി എൻ.ഡി.എ സഖ്യത്തിന്റെ വിജയം സുഗമമാക്കി മാറ്റുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ അപകട സാധ്യത നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം വോട്ടുകൾ ഇത്തരത്തിൽ ഒവൈസിക്ക് പിന്നിൽ ഏകീകരിക്കപ്പെടുമ്പോൾ അത് കൃത്യമായും ബി.ജെ.പിക്ക് ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള അവസരമാണ് ഒരുക്കി നൽകുന്നത്. കേരളത്തിലോ തമിഴ്നാട്ടിലോ ബി.ജെ.പിക്ക് നിലവിൽ ഒരു വോട്ട് സാച്ചുറേഷൻ അഥവാ വളർച്ചാ മുരടിപ്പുണ്ട്. വർഗീയത എത്ര പറഞ്ഞാലും ഒരു നിശ്ചിത ശതമാനത്തിനപ്പുറം വോട്ട് പിടിക്കാൻ അവർക്ക് ഇവിടെ സാധിക്കുന്നില്ല. എന്നാൽ മുസ്ലിം വോട്ടുകൾ ഒവൈസിക്ക് പിന്നിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ മതേതരമായി ചിന്തിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പോലും ഭയപ്പെടുത്തി ബി.ജെ.പി പാളയത്തിലെത്തിക്കാൻ സംഘപരിവാറിന് സാധിക്കുന്നുണ്ട്. ബി.ജെ.പിക്ക് വളരാൻ കഴിയാതിരുന്ന ഇടങ്ങളിൽ പോലും പുതിയ വഴി തുറന്നുകൊടുക്കാൻ ഇത്തരം സ്വത്വ രാഷ്ട്രീയം കാരണമാകുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. കഴിഞ്ഞ 75 വർഷമായി കോൺഗ്രസിനെ വിശ്വസിച്ച ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രശ്നങ്ങളിൽ പാർട്ടി വേണ്ടത്ര ഇടപെടുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ ഒവൈസിക്ക് സാധിക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് മുതൽ ഭരണരംഗത്തെ മുസ്ലിം പ്രാതിനിധ്യം വരെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഒവൈസി വോട്ട് പിടിക്കുന്നത്. ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾ പോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെക്കുറിച്ചും കൃത്യമായ നിലപാടുകൾ പാർട്ടി സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷ വിഷയങ്ങളിൽ സജീവമായും ആത്മാർത്ഥമായും ഇടപെട്ടാൽ മാത്രമേ ഒവൈസിക്ക് പിന്നാലെ പോകുന്ന വോട്ടർമാരെ തിരികെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ കഴിയൂ. ഇനി വരാനിരിക്കുന്നത് ഇതിലും കടുത്ത വെല്ലുവിളികളാണ്. നരേന്ദ്രമോദിയുടെ കാലത്തിന് ശേഷം അമിത്ഷായോ യോഗി ആദിത്യനാഥോ പോലുള്ള തീവ്ര നിലപാടുള്ള നേതാക്കൾ ബി.ജെ.പിയെ നയിക്കുമ്പോൾ സാഹചര്യം കൂടുതൽ വഷളാകും. ഒവൈസിയുടെ പാർട്ടിയെ പോലുള്ള സ്വത്ത് രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കാനും അതുവഴി ന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയമായി നിശബ്ദമാക്കാനും അവർക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇത്തരമൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ മതേതര പാർട്ടികൾ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയേ മതിയാകൂ. തെലങ്കാനയിലെ ജൂബിലി ഹിൽസിൽ ഒവൈസിയുടെ വോട്ട് നേടി വിജയിച്ച അതേ തന്ത്രം മറ്റ് സംസ്ഥാനങ്ങളിലും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മതേതര വോട്ടുകൾ ഒരുപോലെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2029 വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. ഒവൈസിയെ ഒരു ശത്രുവായി കണ്ട് മാറ്റി നിർത്താതെ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ തന്ത്രപരമായ നീക്കങ്ങൾ കോൺഗ്രസ് നടത്തണം. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒളിച്ചുകളികൾ അവസാനിപ്പിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ശക്തമായ മതേതര മുന്നണി പടുത്തുയർത്തണമെന്നാണ് മഹാരാഷ്ട്രയിലെ ഈ ഫലം ഓർമ്മിപ്പിക്കുന്നത്.